Hi all. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മൊഡ്യൂൾ 4ലെ സെക്കൻഡറി ട്രീറ്റ്മെന്റ്സ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. So far we have seen what are the basic treatments for a municipal wastewater system. നമുക്ക് ഏറ്റവും ആദ്യമായിട്ട് ഒരു റോ സീവേജ് വാട്ടർ വന്നു കഴിഞ്ഞാൽ that has to be passed through a bar screener. Okay. അതിനുശേഷം ബാർ സ്ക്രീനറിൽ ഫ്ലോട്ടിംഗ് മെറ്റീരിയൽസ് ഒക്കെ റിമൂവ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ we had to remove the grit റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ grit ചേമ്പേഴ്സിലേക്കൂടെ പാസ് ചെയ്തു. ഓക്കെ, grit chambers or these are the preliminary treatment tanks, preliminary sedimentation tanks. Okay, അതിനുശേഷം if required we will pass it to the equalization basin or directly we can pass for primary treatment. Primary treatment again we will use a primary clarifier or a primary sedimentation tank or primary settling tank. Okay, so primary clarifier like നമ്മൾ pass ചെയ്തു. Okay, അപ്പോൾ ഇത്രയും പ്രോസസ്സ്, അതായത് എന്തൊക്കെയാണ് ഒരു പ്രീ ട്രീറ്റ്മെന്റ് പ്രിലിമിനറി പ്രോസസ്സ് നമ്മൾ കണ്ടു, എന്തൊക്കെയാണ് പ്രൈമറി ട്രീറ്റ്മെന്റ് എന്ന് നമ്മൾ കണ്ടു. ഇനി നമുക്ക് ചെയ്യാനുള്ളത് വൺസ് പ്രൈമറി സെറ്റിലിംഗ് കഴിഞ്ഞ പാർട്ടിക്കിൾസിന് കൂടുതലായിട്ട് സോളിഡ്സും ബിയോഡിനും റിമൂവൽ പ്രോസസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സെക്കൻഡറി ട്രീറ്റ്മെന്റ്സിലേക്ക് പോകും. സോ വാട്ട് ആർ ദീസ് സെക്കൻഡറി ട്രീറ്റ്മെന്റ്സ്? സെക്കൻഡറി ട്രീറ്റ്മെന്റ്സ് എന്ന് പറഞ്ഞാൽ ബയോളജിക്കൽ ട്രീറ്റ്മെന്റ്സിനെയാണ് നമ്മൾ സെക്കൻഡറി ട്രീറ്റ്മെന്റ്സ് എന്ന് പറയുക. അപ്പോൾ എന്തൊക്കെ മെത്തേഡ്സിലാണ് നമുക്ക് ബയോളജിക്കൽ ട്രീറ്റ്മെന്റ്സ് ചെയ്യാൻ പറ്റുന്നത്? ബയോളജിക്കൽ ട്രീറ്റ്മെന്റ്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ സെക്കൻഡറി ട്രീറ്റ്മെന്റ് കംപ്ലീറ്റ് ആവാൻ വേറെ ഏതൊക്കെ പ്രോസസ്സിലൂടെ പോകണം, അത്തരം കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത്. സോ സെക്കൻഡറി ട്രീറ്റ്മെന്റ്സ് ഇൻ ഡീറ്റെയിൽ ആയിട്ടാണ് നമ്മൾ ഫോർത്ത് മൊഡ്യൂളിൽ ഡിസ്കസ് ചെയ്യുക. ഇപ്പോൾ ഫോർത്ത് മൊഡ്യൂളിലെ സിലബസ് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. യു ഹാവ് ടു സ്റ്റഡി ഇൻ ഡീറ്റെയിൽ അബൌട്ട് കോണ്ടാക്ട് ബെഡ്, intermittent sand filter, then theory and design of trickling filter, activated sludge process, then trickling filter, especially high rate trickling filter and standard trickling filter, then rotating biological contact. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇവിടെ ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ ഏറ്റവും ആദ്യം സെക്കൻഡറി ട്രീറ്റ്മെന്റ് മെത്തേഡ്സ് രണ്ടായിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. വൺ ഇസ് ഫിൽട്രേഷൻ പ്രോസസ് വിച്ച് വിൽ ബി അഗെയിൻ സബ് ഡിവൈഡഡ് ഇൻ ടു കോണ്ടാക്ട് ബെഡ്, ഇന്റർമീഡിയറ്റ് സാൻഡ് ഫിൽറ്റർ ആൻഡ് ട്രിക്ലിംഗ് ഫിൽറ്റർ. രണ്ടാമതാണ് ആക്ടിവേറ്റഡ് സ്ലഡ്ജ് പ്രോസസ്. അപ്പോൾ ഇങ്ങനെ രണ്ടായിട്ടാണ് നമ്മൾ ഇതിനെ മെയിൻ ആയിട്ട് ക്ലാസിഫൈ ചെയ്യുക. അതിൽ തന്നെ ഈ മൊഡ്യൂളിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാനുള്ളതാണ് തിയറി ആൻഡ് ഡിസൈൻ ഓഫ് ട്രിക്ലിംഗ് ഫിൽറ്റർ. കൂടുതൽ വെയിറ്റേജ് ഉള്ള പോർഷനും ഈ ട്രിക്ലിംഗ് ഫിൽറ്ററിന് ഇതിൻ്റെ ഡിസൈൻ പ്രോബ്ലം നമ്മൾ സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ഈ മൂന്നിൻ്റെയും ജനറൽ ഡിസ്ക്രിപ്ഷൻ, ജനറൽ കൺസ്ട്രക്ഷൻ ഓഫ് ഫിൽറ്റേഴ്സ്, സീവേജ് ഫിൽറ്റേഴ്സ് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. സോ വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് സെക്കൻഡറി ട്രീറ്റ്മെൻറ്റ്? ഓക്കെ, ദ മെയിൻ പർപ്പസ് ഈസ്, അതായത് നമ്മൾ പ്രിലിമിനറി ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് പ്രൈമറി ട്രീറ്റ്മെൻറ്റും കഴിഞ്ഞ് വരുന്ന വെള്ളത്തിൽ എഫ്ലുവൻറ്റിൽ സ്റ്റിൽ ഇറ്റ് ഹാവ് സം അൺസ്റ്റേബിൾ ഓർഗാനിക് മാറ്റർ, അറൌണ്ട് 45 to 50% ഓഫ് അൺസ്റ്റേബിൾ ഓർഗാനിക് മാറ്റർ ഉണ്ടാവും. So after secondary treatment, what happens is these organic matter will be converted into stable form like മാറ്റാൻ പറ്റും. How? Either by oxidation or by nitrification. അപ്പോൾ ഇത് രണ്ടും ചെയ്യാൻ വേണ്ടിയിട്ട്, ഓക്സിഡേഷൻ പ്രോസസ്സും കംപ്ലീറ്റ് ആക്കാൻ വേണ്ടി, നൈട്രിഫിക്കേഷൻ പ്രോസസ്സും കംപ്ലീറ്റ് ആക്കാൻ വേണ്ടി നമുക്ക് സെക്കൻഡറി മെത്തേഡ്സിൽ രണ്ട് മെയിൻ പ്രോസസ് ആണുള്ളത്. വൺ ഈസ് സീവേജ് ഫിൽട്രേഷൻ, ദ അതർ വൺ ഈസ് ആക്ടിവേറ്റഡ് സ്ലഡ്ജ് പ്രോസസ്. ഇപ്പോൾ സീവേജ് ഫിൽട്രേഷനിലാണ് നമ്മൾക്ക് ഏതൊക്കെ പഠിക്കാനുള്ളത്? കോണ്ടാക്ട് ബെഡ് പഠിക്കാനുണ്ട്, ഇന്റർമിറ്റന്റ് സാൻഡ് ഫിൽറ്റർ പഠിക്കാനുണ്ട്, ദെൻ ട്രിക്ലിംഗ് ഫിൽറ്റർ പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പൊ ഈ വീഡിയോയിൽ നമ്മൾ സീവേജ് ഫിൽട്രേഷൻ മെത്തേഡ്സ് ആണ് ഫോക്കസ് ചെയ്യുന്നത്. സോ വാട്ട് ഈസ് സീവേജ് ഫിൽട്രേഷൻ? എന്തൊക്കെ പ്രോസസ് ആണ് ഒരു സീവേജ് ഫിൽട്രേഷനിൽ നടക്കുന്നത്? സോ ബൈ ദ ടേം ഫിൽട്രേഷൻ നിങ്ങൾക്ക് അറിയാൻ പറ്റും, ടേക്ക് അപ്പ് അവ ടാങ്ക് വിത്ത് സം മെറ്റീരിയൽ, എന്തെങ്കിലും മെറ്റീരിയൽ നമുക്ക് നോക്കാം എന്തൊക്കെ ടൈപ്പ് മെറ്റീരിയൽ യൂസ് ചെയ്യാൻ. യു ക്യാൻ ഐദർ യൂസ് എ കോസ് അഗ്രിഗേറ്റ് മെറ്റീരിയൽ, ഏത് ടൈപ്പ് ഓഫ് ഫിൽറ്റർ യൂസ് ചെയ്യുന്നു അതിനനുസരിച്ച് ഇത് മെറ്റീരിയൽ, ഇതിൻ്റെ അകത്തുള്ള മെറ്റീരിയൽ മാറും. സോ ഇഫ് ഇറ്റ് ഈസ് എ കോണ്ടാക്ട് ബെഡ് മെറ്റീരിയൽ ഫിൽറ്റർ, യു ക്യാൻ യൂസ് കോസ് അഗ്രിഗേറ്റ്. നേരെ മറിച്ച് ഒരു ഇന്റർമീഡിയറ്റ് സാൻഡ് ഫിൽറ്റർ ഒക്കെ വരണം, കമ്പയർഡ് ടു കോസ് അഗ്രിഗേറ്റ് ഇറ്റ് വിൽ ബി സംവാട്ട് ഫൈൻ. ഓക്കെ, അപ്പോൾ അത്തരത്തിലൊരു ടാങ്ക് എടുക്കുക, അതിൻ്റെ അകത്ത് മെറ്റീരിയൽ ഫില്ല് ചെയ്യുക. ഓക്കെ, എന്നിട്ട് അതിൻ്റെ മുകളിലേക്കൂടെ നമ്മുടെ റോ സീവേജ് നമ്മൾ പാസ് ചെയ്യുക.
അതായത് പ്രൈമറി ട്രീറ്റ്മെൻറ്റ് സെറ്റിൽമെൻറ്റ് കഴിഞ്ഞിട്ട് വരുന്ന സീവേജ് എന്ത് ചെയ്യുക, ഇതിൻ്റെ മുകളിലേക്കൂടെ പാസ് ചെയ്യുക. അത്തരത്തിൽ പാസേജ് കൊടുത്തു കഴിഞ്ഞാൽ വാട്ട് ഹാപ്പൻസ് ഈസ് എയറോബിക് ഡികമ്പോസിഷൻ ഹാപ്പൻസ് ഓവർ ദെയർ. ഇത് കൂടുതൽ ശ്രദ്ധിക്കണം. നമ്മുടെ സീവേജ് ഫിൽട്രേഷൻ മെത്തേഡിൽ നടക്കുന്ന ഡികമ്പോസിഷൻ മെത്തേഡ് എയറോബിക് ഡികമ്പോസിഷൻ, ദാറ്റ് ഈസ് aerobic bacteria will work out over here in the presence of air, in the presence of oxygen. Okay, അപ്പോൾ ഇത്തരത്തിലൊരു decomposition this will be 3 times faster than anaerobic decomposition. ഓക്കെ, അനാറോബിക് ഡികമ്പോസിഷനെക്കാട്ടും കൂടുതൽ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഡികമ്പോസിഷൻ എയറോബിക് ഡികമ്പോസിഷൻ. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രൈമറി സെറ്റിലിംഗ് ടാങ്കിൽ നിന്ന് വരുന്ന എഫ്ലുവൻറ്റ് സീവേജ് ഫിൽട്രേഷൻ ടാങ്കിലോട്ട് പാസ് ചെയ്യുന്നത്. സോ ദ ഫിൽറ്റർ ബെഡിലേക്ക് നമുക്കൊരു കോസ് അഗ്രിഗേറ്റ് ആയിട്ട് കാണണം, മെറ്റീരിയൽ ഉണ്ടാവണം. ഇനി ഈ വാട്ടർ ഫില്ല് ചെയ്യുന്നത് നമ്മൾ ഒറ്റയടിക്ക് ഫില്ല് ചെയ്യുന്നതിന് പകരം വി വിൽ യൂസ് സ്പ്രിംഗ്ലേഴ്സ്. സ്പ്രിംഗ്ലേഴ്സ് യൂസ് ചെയ്യുമ്പോൾ സർഫസ് ഏരിയ വിൽ ഓട്ടോമാറ്റിക്കലി ഇൻക്രീസ്. Okay, surface area will automatically increase. Then maximum contact with air. Okay, so maximum contact with oxygen. അപ്പം maximum contact with oxygen ആകുമ്പോഴേക്കും നമുക്ക് പെട്ടെന്ന് aerobic decomposition നടക്കും. അപ്പോൾ ഇത്തരത്തിൽ maximum contact with air സംഭവിക്കാൻ വേണ്ടിയിട്ട് we have to provide aeration. ഓക്കെ, അതിനുശേഷം ഇത്തരത്തിൽ നമ്മൾ ഈ ഒരു കോസ് അഗ്രിഗേറ്റിലൂടെ പാസ് ചെയ്ത വാട്ടർ വൺസ് ആ പ്രോപ്പർ എയറോബിക് ഡികമ്പോസിഷൻ നടന്നതിന് ശേഷം ദ എഫ്ലുവൻറ്റ് വിൽ ബി പാസ്ഡ് ടു സെക്കൻഡറി ക്ലാരിഫയർ. സെക്കൻഡറി ക്ലാരിഫയർ എന്താണ്? നമ്മൾ പ്രൈമറി ക്ലാരിഫയർ ലാസ്റ്റ് വീഡിയോയിൽ കണ്ടു. സെയിം പ്രോസസ്സ് ഇവിടെ നമ്മൾ ബയോളജിക്കൽ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് വീണ്ടും സെറ്റിലിങ്ങിന് വേണ്ടിയിട്ട് സെഡിമെൻറ്റേഷൻ ടാങ്കിലേക്ക് കൊടുക്കുന്നു. പക്ഷേ ഇത് ബയോളജിക്കൽ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ട് വന്നിട്ടാണ് ഈ സെറ്റിലിംഗ് നടക്കുന്നത് കൊണ്ട് തന്നെ ഇതിൻ്റെ പേര് മാത്രം ഒന്ന്, പ്രോസസ്സ് സെയിം തന്നെയാണ്, പേര് മാത്രം ഒന്ന് മാറുന്നു. എന്താണ്? സെക്കൻഡറി ക്ലാരിഫയർ അല്ലെങ്കിൽ സെക്കൻഡറി സെഡിമെൻറ്റേഷൻ ടാങ്ക് അല്ലെങ്കിൽ സെക്കൻഡറി സെറ്റിലിംഗ് ടാങ്ക് എന്ന് വിളിക്കുന്നു. ഓക്കെ, അതർ ദാൻ ദാറ്റ് പ്രൈമറി സെറ്റിലിംഗ് ടാങ്കിൽ എന്താണ് പ്രോസസ്സ് നടക്കുന്നത്, സെയിം പ്രോസസ് റിപ്പീറ്റ്സ് ഓവർ ഹിയർ. ഓക്കെ, എയറോബിക് ഡികമ്പോസിഷൻ കഴിഞ്ഞിട്ട് വരുന്ന എഫ്ലുവൻറ്റ് വാട്ടറിന് വി വിൽ പാസ് ഇറ്റ് ഓവർ ദി സെക്കൻഡറി ക്ലാരിഫയർ. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കൂ, ബയോളജിക്കൽ ട്രീറ്റ്മെൻറ്റ് പ്രൈമറി സെറ്റിലിംഗ് ടാങ്കിൽ നിന്ന് വരുന്ന വെള്ളം ബയോളജിക്കൽ ട്രീറ്റ്മെൻറ്റ് ടാങ്കിലോട്ട് പോയി അവിടെ ബയോളജിക്കൽ ട്രീറ്റ്മെൻറ്റ് പ്രോസസ്സ് എയറോബിക് ഡികമ്പോസിഷൻ നടന്നതിന് ശേഷം സെക്കൻഡറി സെറ്റിലിംഗ് ടാങ്കിലോട്ട് പോകും. ഫൈൻ. സോ സെക്കൻഡറി ട്രീറ്റ്മെൻറ്റ് ആയ ബയോളജിക്കൽ ട്രീറ്റ്മെൻറ്റിൽ രണ്ട് മെയിൻ പ്രോസസ്സ് ഉണ്ടെന്ന് പറഞ്ഞു. വൺ ഈസ് സീവേജ് ഫിൽട്രേഷൻ ആൻഡ് ദ അതർ വൺ ഈസ് ആക്ടിവേറ്റഡ് സ്ലഡ്ജ് പ്രോസസ്. അതിന് സീവേജ് ഫിൽട്രേഷന് വി ക്യാൻ യൂസ് മെയിൻലി 3 filters. Okay, one is contact bed, the second one is intermittent sand filter, third one is trickling filter. ഇതല്ലാതെ പലതരത്തിലുള്ള പേർപ്പസിന് വേണ്ടി അത് മിസ്റ്റലേനിയസ് ഫിൽറ്റേഴ്സ് ഉണ്ട്. Okay, first let us see contact bed filter in detail. Explain contact bed filter in detail എന്നൊക്കെ വരുള്ളൂ. Explain the construction process എന്നൊക്കെ ചോദിക്കാം എക്സാമിന്. Okay, so here the biological filtration happens. എന്താണ് ബയോളജിക്കൽ ഫിൽട്രേഷൻ? ബൈ കോണ്ടാക്ട് വിത്ത് എയർ aerobic decomposition happens in contact bed. അപ്പോൾ ബയോളജിക്കൽ ഫിൽട്രേഷൻ പ്രോസസ്സാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ ഇതിനെ ബേസിക്കലി ഞാൻ 4 സ്റ്റെപ്പായിട്ട് ഇതിനെ ഡിവൈഡ് ചെയ്യുന്നു. എൻ്റയർ പ്രോസസ്സിന് 4 സ്റ്റെപ്പായിട്ട് ഒന്ന് ഡിവൈഡ് ചെയ്തെടുക്കുക. ഫസ്റ്റ് വൺ ഈസ് ഫില്ലിംഗ്. നമ്മുടെ കോണ്ടാക്ട് ബെഡ് ടാങ്കിലോട്ട് വാട്ടർ ഫില്ല് ചെയ്യുന്നു. എങ്ങനെ ഫില്ല് ചെയ്യുന്നു? ബൈ സ്പ്രിങ്ക്ലിംഗ്. ഓക്കെ, ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് കോണ്ടാക്ട്. അതായത് ഫില്ല് ചെയ്തതിന് ശേഷം നമ്മൾ കുറച്ച് നേരം ഇതിനെ സ്റ്റില്ലായിട്ട് അവിടെ വെക്കുന്നു. ഫസ്റ്റ് നമ്മൾ ഫില്ല് ചെയ്യാൻ ഏകദേശം 1 മണിക്കൂർ മുതൽ 2 മണിക്കൂർ വരെ എടുക്കാം. ഓക്കെ, അതിനുശേഷം നമ്മളത് കോണ്ടാക്ട് പീരീഡിലോട്ട് വെക്കുന്നു. കുറച്ചധികം നേരം നമ്മൾ എന്ത് ചെയ്യുന്നു, അതിനെ അവിടെ ആ ഫിൽട്ടർ മീഡിയയിൽ വെക്കുന്നു. നമ്മൾ കൊടുക്കുന്ന കോഴ്സ് അഗ്രിഗേറ്റിന്റെ ബെഡിലേക്ക് ആ വെള്ളം അങ്ങനെ തന്നെ ലീവ് ഔട്ട് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു? എംപ്റ്റി ചെയ്യുന്നു. ആ വെള്ളത്തിനെ നമ്മൾ എംപ്റ്റി ചെയ്യുന്നു. എംപ്റ്റി ചെയ്തതിന് ശേഷം വീണ്ടും ആ ഫിൽറ്റർ ബെഡ് അങ്ങനെ തന്നെ വെറുതെ വിടുന്നു. അങ്ങനെ വെറുതെ വിടുന്ന സമയത്ത് നടക്കുന്ന പ്രോസസ്സാണ് ഓക്സിഡേഷൻ. ഓക്കെ, ഇങ്ങനെ 4 maybe like instead of the term oxidation I can give this term as resting period. Okay, അവിടെ നടക്കുന്ന പ്രോസസ്സ് ഓക്സിഡേഷൻ ആണ്. I can say it as a resting period. അപ്പോൾ 4 സ്റ്റെപ്പായിട്ടാണ് ഇവിടെ നടക്കുന്നത്. ഫസ്റ്റ് ഈസ് ഫില്ലിംഗ്, then it is contact period, then emptying, then resting period.
Okay, അപ്പോൾ sewage is kept in contact with the filter media for a certain period. വെള്ളം നിറച്ചതിന് ശേഷം അത് ഫിൽറ്റർ മീഡിയ ആയിട്ട് അങ്ങനെ കുറച്ച് നേരം വെക്കും. അതിനെയാണ് നമ്മൾ കോണ്ടാക്ട് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഫസ്റ്റ് കോണ്ടാക്ട് എന്ന് പറയുന്നത്. ഈ സമയത്ത് എന്താ സംഭവിക്കുന്നത്? The sewage percolates. Okay, fine colloidal organic matter gets trapped in the voids. Okay, അപ്പോൾ നമ്മുടെ ഒരു ടാങ്ക് ഉണ്ടെങ്കിൽ ടാങ്കിൻ്റെ അകത്ത് കോഴ്സ് അഗ്രിഗേറ്റ് മെറ്റീരിയൽ ആയിരിക്കും എന്ന് പറഞ്ഞു. കോഴ്സ് അഗ്രിഗേറ്റ് മെറ്റീരിയൽ ഉണ്ടാവും. ഓക്കെ, ആ കോഴ്സ് അഗ്രിഗേറ്റഡ് മെറ്റീരിയലിൻ്റെ മുകളിലായിട്ട് നമ്മൾ എന്ത് ചെയ്ത് വാട്ടർ സ്പ്രേ ചെയ്ത് കൊടുത്തു. വാട്ടർ സ്പ്രേ ചെയ്ത് കൊടുത്തതിന് ശേഷം അത് അങ്ങനെ തന്നെ നമ്മൾ കോൺടാക്ട് പീരീഡിൽ ലീവ് ഔട്ട് ചെയ്ത് വെച്ചു. അപ്പോൾ ഇതെന്ത് ചെയ്യും? ഇതിൻ്റെ അകത്തേക്കൂടെ എൻറ്റർ ചെയ്ത് സ്ലോലി പെർക്കുലേറ്റ്സ് ആൻഡ് എൻറ്റർ ഇൻസൈഡ് ടു ഇറ്റ്. എന്നിട്ട് ഒരു ചെറിയ ഫിലിം ഓഫ് ഓർഗാനിക് മാറ്റർ വിൽ ഡെവലപ്പ് ഓവർ ദർ. ആ ഫിലിമിനെ നമുക്ക് എന്ത് പറയാം? ഒരു ബയോ ഫിലിം ആണെന്ന് പറയാം. ഓക്കെ, അത്തരത്തിലാണ് ഫസ്റ്റ് കോണ്ടാക്ട് പീരീഡിൽ വാട്ടർ മൂവ് ചെയ്ത് ഒരു ഫിലിം ഡെവലപ്പ് ചെയ്യുക. അപ്പോൾ ഏറ്റവും ആദ്യം ഫില്ല് ചെയ്യും. അതിന് ഏകദേശം ഒരു മണിക്കൂർ, മാക്സിമം പോയാൽ 2 മണിക്കൂർ എടുക്കും. എന്നിട്ട് ഒരു കോണ്ടാക്ട് പീരീഡ് കൊടുക്കും. ഇതും ഏകദേശം ഒരു 2 മണിക്കൂർ ടു 3 മണിക്കൂർ വരെ കോണ്ടാക്ട് പീരീഡ് കൊടുക്കാം. അതിനുശേഷം എഗെയിൻ ഒരു 1 to 2 മണിക്കൂർ അല്ലെങ്കിൽ 1.5 മണിക്കൂർ നമുക്ക് എന്ത് ചെയ്യാം? ഇത് എം ടി ചെയ്യാൻ വേണ്ടി എടുക്കേണ്ടി വരും. എം ടി ചെയ്തതിന് ശേഷം ഇതാണ് കൂടുതൽ ഇമ്പോർട്ടൻറ്റ്, 4 to 6 hours. 6 hours നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഇതിനെ അങ്ങനെ തന്നെ ലീവ് ഔട്ട് ചെയ്യും. അപ്പോൾ ഏകദേശം 6 + 4 10, 10 + 2 12 hours. 10 to 12 hours എന്ത് ചെയ്യും? ഈ മൊത്തം പ്രോസസ്സിന് ഒരു കോണ്ടാക്ട് ബെഡ് ഫിൽറ്ററിൽ ഒരു തവണ വാട്ടർ കയറി വന്നാൽ ഏകദേശം ആ കംപ്ലീറ്റ് പ്രോസസ്സ് കംപ്ലീറ്റ് ആവാൻ 10 to 12 hours എടുക്കും. 10 to 12 hours എടുക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ കോണ്ടാക്ട് പീരീഡിൽ അതങ്ങനെ ഫ്രീ ഔട്ട് ചെയ്ത് ആ വെള്ളം ആ കോഴ്സ് അഗ്രിഗേറ്റിന്റെ മുകളിൽ ഫിൽറ്റർ മീഡിയന്റെ മുകളിലേക്ക് അങ്ങ് വിടുമ്പോൾ എന്ത് സംഭവിക്കുന്നത്? എ ബയോഫിലിം വിൽ ബി ഫോംഡ്. ഓക്കെ, ആ ബയോഫിലിമിന്റെ അകത്ത് n number of aerobic bacteria will be there which will progress the oxidation of organic matter by aerobic decomposition. Aerobic decomposition എന്ന് പറഞ്ഞാൽ in the presence of oxygen. Okay, in the presence of oxygen, aerobic bacteria will oxidize the organic matter. ഇതാണ് അവിടെ മെയിൻ ആയിട്ട് ആ കോണ്ടാക്ട് ബെഡിൽ നമ്മൾ വെള്ളം കൊടുക്കുമ്പോൾ സംഭവിക്കുന്നത്. ബയോഫിലിം ഉണ്ടാവും, ഓക്സിഡേഷൻ ഓഫ് ഓർഗാനിക് മാറ്റർ ഹാപ്പൻസ്. അപ്പോൾ നമുക്ക് ഇത്തരത്തിൽ അത് ഡെവലപ്പ് ചെയ്ത ബയോഫിലിം ഡെവലപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ വാട്ടർ ഫില്ല് ചെയ്ത് ബയോഫിലിം ഡെവലപ്പ് ചെയ്തതിന് ശേഷം ഫസ്റ്റ് വി വിൽ ഫിൽ ദ ടാങ്ക്, then we will leave it for a contact period of 2 hours. അതിനുശേഷം ആ ബയോഫിലിം ഉണ്ടായതിന് ശേഷം നമ്മൾ വീണ്ടും കൂടുതൽ ഓക്സിജൻ കിട്ടാൻ വേണ്ടി അറ്റ്മോസ്ഫിയറായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ മുകളിലുള്ള വാട്ടർ ലെയറിനെ നമ്മൾ എം ടി ചെയ്യുന്നത്. എം ടി ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഫിലിം ഡയറക്റ്റ് ഇൻ കോണ്ടാക്ട് വിത്ത് എയറിലേക്ക് വരും. ഓക്കെ, സോ വാട്ട് ഹാപ്പൻസ് ഓവർ ദർ, ഫിൽറ്റർ വിൽ അബ്സോർബ് മോർ ഓക്സിജൻ ആൻഡ് വിൽ കംപ്ലീറ്റ് ദ ഓക്സിഡേഷൻ പ്രോസസ്. അതായത് ടാങ്കിന്റെ മുകളിലേക്കുള്ള ഈ ഒരു ലെയർ ബയോഫിലിം ലെയറിന്റെ മുകളിലാണ് വെള്ളം ഉണ്ടാവുക. ആ വെള്ളം അങ്ങ് ഡ്രെയിൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ദിസ് വിൽ ഇന്ററാക്ട് ഫർദർ മൂവ് വിത്ത് ദി എയറുമായിട്ട് ഇന്ററാക്ട് ചെയ്ത് കംപ്ലീറ്റ് ഓക്സിഡേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ആക്കും. പക്ഷേ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇത് ഫിൽട്രേഷൻ പ്രോസസ്സ് ആ ബയോഫിലിമിലൂടെ ഒക്കർ ചെയ്യുന്നത് കൊണ്ട് തന്നെ മാക്സിമം ഓർഗാനിക് മാറ്റർ എവിടെ തന്നെ ഉണ്ടാവും? ഈ ബയോഫിലിമിൽ തന്നെ ഉണ്ടാവും. ഓൺലി ദ എഫ്ലുവൻറ്റ് വിൽ പാസ് ഔട്ട് ഫ്രം ദി ബയോളജിക്കൽ ട്രീറ്റ്മെന്റ് കോണ്ടാക്ട് ബെഡിൽ നിന്ന് പോകുള്ളൂ. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ ഈ എം ടി ചെയ്ത് വെക്കുന്ന സെക്കൻഡ് സ്റ്റേജ് റെസ്റ്റിംഗ് പീരീഡ് വെക്കുന്ന ആ ടൈമിനെ നമ്മൾ സെക്കൻഡ് കോണ്ടാക്ട് പീരീഡ് എന്ന് പറയും. സോ ദിസ് ഈസ് ദ ഫസ്റ്റ് കോണ്ടാക്ട് പീരീഡ് ആൻഡ് ദിസ് ഈസ് ദി സെക്കൻഡ് കോണ്ടാക്ട് പീരീഡ്. അപ്പോൾ സെക്കൻഡ് കോണ്ടാക്ട് പീരീഡും കൂടി കഴിയുമ്പോഴാണ് വൺ സൈക്കിൾ ഓഫ് ഓപ്പറേഷൻ കഴിയുക. അതായത് സെക്കൻഡ് കോണ്ടാക്ട് പീരീഡും കൂടി കഴിഞ്ഞതിന് ശേഷം വാട്ട് വി വിൽ ഡു, അഗെയിൻ എ ഫ്രഷ് എമൗണ്ട് ഓഫ് സീവേജ് എഫ്ലുവൻറ്റ് ഫ്രം പ്രൈമറി സെറ്റിലിംഗ് ടാങ്ക് വിൽ ബി പാസ്ഡ് ഓൺ to this tank. അതായത് പ്രൈമറി ട്രീറ്റ്മെന്റ് സെറ്റിലിംഗ് ടാങ്കിൽ നിന്ന് വരുന്ന വെള്ളം വീണ്ടും എന്ത് ചെയ്യും? ഇതിന്റെ മുകളിൽ ഈ റെസ്റ്റ് പീരീഡ് കഴിഞ്ഞതിന് ശേഷം, അതായത് ഏകദേശം ആദ്യത്തെ വെള്ളം കൊടുത്തതിന് ശേഷം 12 മണിക്കൂറിന് ശേഷം രണ്ടാമത്തെ വെള്ളം പാസ് ചെയ്യും. രണ്ടാമത്തെ വെള്ളം പാസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? നമ്മളിവിടെ പറഞ്ഞു ബയോഫിലിം ആണ്, അത് എയറുമായിട്ട് ഇന്ററാക്ട് ചെയ്ത് ഓക്സിഡേഷൻ കംപ്ലീറ്റ് ചെയ്യുന്നത്. അത്തരത്തിൽ ചെയ്ത് കഴിഞ്ഞാൽ ആ സ്റ്റെബിലൈസ്ഡ് ഓർഗാനിക് മാറ്റർ എവിടെ ഉണ്ടാവും? ഇതിന്റെ മുകളിൽ തന്നെ ചെറിയ 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 മാറ്റേഴ്സ് ആയി കിടപ്പുണ്ടാവും. അതെന്ത് ചെയ്യും? ദാറ്റ് വിൽ ബി വാഷ്ഡ് അവേ ബൈ ദ ഫ്രഷ് സീവേജ് ഇൻ ദ നെക്സ്റ്റ് സൈക്കിൾ ഓഫ് ഓപ്പറേഷൻ. അതായത് നെക്സ്റ്റ് സ്റ്റേജിൽ വീണ്ടും ഫില്ല് ചെയ്യും, വീണ്ടും നമ്മളൊരു കോണ്ടാക്ട് പീരീഡ് കൊടുക്കും. എം ടി ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും? ഓൾറെഡി ഇവിടെ പൊട്ടിക്കിടക്കുന്ന വോയിഡ്സിന്റെ അകത്ത് കിടക്കുന്ന ആ സ്റ്റെബിലൈസ്ഡ് ഓർഗാനിക് മാറ്റർ എന്ത് ചെയ്യും?
ടർബിഡ് വാട്ടർ ആയിട്ട് എഫ്ലുവൻ്റ് വഴി പുറത്തേക്ക് പോകും. അത്തരത്തിൽ ടർബിഡ് വാട്ടർ ആണ് എഫ്ലുവൻ്റ് ആയിട്ട് പുറത്തേക്ക് പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമുക്കൊരു സെക്കൻഡറി ക്ലാരിഫയർ ആവശ്യമായിട്ട് വരുന്നത്. ഓക്കെ, so this is how a contact bed will work out. So if you see over here, this is a typical contact bed filter. So this is the plan view. നമുക്ക് ഇവിടെ കാണാൻ പറ്റും സ്പ്രിംഗ്ലർ കൊടുത്തിട്ടുണ്ട്, ഡിസ്ട്രിബ്യൂട്ടർ ട്രഫിലയുടെ സ്പ്രിംഗ്ലേഴ്സ് കൊടുത്തിട്ടുണ്ട്, so that every portion of the water tank will receive same amount of water. Okay, proper distribution നടക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു സ്പ്രിംഗ്ലർ ബെഡ് കൊടുത്തിട്ടുണ്ട്, ട്രഫ് കൊടുത്തിട്ടുണ്ട്. This is how the section will look like. അപ്പോൾ ഇതൊരു ഫിൽറ്റർ മീഡിയ ആണ്, ഇതൊരു ഡിസ്ട്രിബ്യൂട്ടിംഗ് ട്രഫ് ആണ്. ഓക്കെ, സൈഫനിക് ആക്ഷൻ വഴി വാട്ടർ ഇവിടെ വന്ന് സ്പ്രേ ചെയ്ത് കഴിയുമ്പോൾ ഈ ഫിൽറ്റർ ബെഡിന്റെ മുകളിലേക്കാണ് വാട്ടർ വന്ന് നിൽക്കുക. ഈ വാട്ടർ ഏകദേശം നമുക്കൊരു 5 to 10 സെന്റിമീറ്റർ തിക്നെസ്സിൽ നമുക്ക് വാട്ടർ കൊടുക്കാൻ പറ്റും. ഫിൽറ്റർ മീഡിയ ഏകദേശം 20 to 40 mm കോസ് അഗ്രിഗേറ്റ് കൊടുക്കാൻ പറ്റും. ഇനി ഡെപ്ത് ഓഫ് ഫിൽറ്റർ മീഡിയ, ഈ ഡെപ്ത് എന്ന് പറയുന്നത് 1 to 1.8 മീറ്റർ ആണ്. ഫിൽറ്റർ മീഡിയയുടെ തിക്നെസ് ആണ് ഇട്ടത്, ഫിൽറ്റർ മീഡിയ അഗ്രിഗേറ്റ്സ്. ഓക്കെ, ഡെപ്ത് 1 to 1.8, വാട്ടർ ഡെപ്ത് ആണ് 5 to 10 സെന്റിമീറ്റർ. ഓക്കെ, അത് പ്രകാരം ഫില്ല് ചെയ്യുക, ഒരു 1 hour കൊണ്ട് ഫില്ല് ചെയ്തെടുക്കുക. അതിനുശേഷം ഒരു 2 hour കോൺടാക്ട് പീരീഡ് കൊടുക്കുക. ബയോഫിലിം ഡെവലപ്പ് ചെയ്തതിന് ശേഷം വാട്ടർ എംപ്റ്റി ചെയ്യുക. ദെൻ അഗെയിൻ കീപ് ഇറ്റ് അണ്ടർ റെസ്റ്റ് ഫോർ 4 to 6 hours. ആ 6 hours ശേഷം what we can do, we can bring back another fresh amount of water back to the tank. ആ വാട്ടർ എന്ത് ചെയ്യുക, വീണ്ടും 5 to 10 സെന്റിമീറ്റർ ഫില്ല് ചെയ്യുക. അത് രണ്ടാമത് കോൺടാക്ട് പീരീഡ് എടുത്തതിന് ശേഷം 2 hour കോൺടാക്ട് പീരീഡ് എടുത്തതിന് ശേഷം എംപ്റ്റി ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കും, പ്രീവിയസ്ലി ഓക്സിഡേഷൻ നടന്നു കഴിഞ്ഞാൽ മാറ്റർ എന്ത് ചെയ്യും, എഫ്ലുവൻ്റ് വഴി ടർബിഡ് വാട്ടർ ആയിട്ട് പുറത്തേക്ക് പോകും. സോ ദിസ് ഈസ് ദ കംപ്ലീറ്റ് പ്രോസസ് ഓഫ് ദിസ് contact bed filter. So this will remove about 80 to 90% of suspended solids. 80 to 90% of suspended solids and 60 to 75% of BOD. And here rate of loading can be taken as 4,500 to 6,500 meter cube per hectare per day. ഓക്കെ, ഇനി ഇതിങ്ങനെ നമുക്ക് കണ്ടിന്യൂസ്ലി യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഒരു ഏകദേശം ഒരു 3-4-5 വർഷം കഴിയുമ്പോൾ കംപ്ലീറ്റ് ഫിൽറ്റർ മീഡിയ പുറത്തേക്ക് എടുത്ത് വാഷ് ചെയ്ത് കംപ്ലീറ്റ്ലി ഡ്രൈ ചെയ്ത് എടുത്തതിന് ശേഷം വീണ്ടും നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, അതുപോലെ തന്നെ അണ്ടർ ഡ്രെയിൻസും ക്ലോഗ് ചെയ്യാതെ ഇൻ ബിറ്റ്വീൻ റെഗുലർ ടൈമിൽ ഒരു 1 year or 2 കഴിയുമ്പോൾ എന്ത് ചെയ്യുക, കണ്ടിന്യൂസ്ലി അത് പ്രോസസ്സ് ചെയ്ത് ക്ലീൻ ചെയ്ത് ഡ്രൈ ചെയ്തെടുത്ത് വീണ്ടും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്. സെയിം ഇതേപോലെയാണ് എന്ത് നെക്സ്റ്റ് ഫിൽറ്ററും ഉണ്ടാവുക. അപ്പോൾ കോണ്ടാക്ട് ബെഡ് ഫിൽറ്ററിൽ പറയുവാണെങ്കിൽ നമുക്കൊരു റെക്ടാങ്കുലർ വാട്ടർ ടാങ്ക് ആയിരിക്കും യൂസ് ചെയ്യുക. ഫിൽറ്റർ മീഡിയയിൽ നമുക്ക് ഗ്രേവൽ ബെല്ലാസ്റ്റ് അല്ലെങ്കിൽ ബ്രോക്കൺ ബ്രിക്സ് ഓർ സ്റ്റോൺസ് ഓഫ് 20 to 40 mm സൈസ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഡെപ്ത് എത്ര കൊടുക്കാൻ പറ്റും, 1 to 1.8 കൊടുക്കാൻ പറ്റും. ദിസ് ക്യാൻ ബി ഡഗ് ബിലോ ദി ഗ്രൗണ്ട് ലെവൽ ആൻഡ് സൈഫണിംഗ് ഡോസിംഗ് ടാങ്ക് ക്യാൻ ബി യൂസ്ഡ്. ഓക്കെ, അപ്പോൾ എഫ്ലുവൻ്റ് പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രോപ്പറായിട്ട് അണ്ടർ ഡ്രെയിൻസ് പ്രൊവൈഡ് ചെയ്യണം. ആൻഡ് എഫ്ലുവൻ്റ് വിൽ മൂവ് ടു ദി സെക്കൻഡറി സെഡിമെന്റേഷൻ ടാങ്ക്. So this is the matter which you have to discuss in detail during exam. ഓക്കെ, ഇനി നമ്മൾ ഫില്ല് ചെയ്യുന്ന സീവേജ്, റോ സീവേജ് നമ്മൾ എത്ര സെന്റിമീറ്റർ, എത്ര ഡെപ്തിലേക്ക് നമുക്ക് ഫില്ല് ചെയ്യാം, 5 to 10 സെന്റിമീറ്റർ ഡെപ്തിലേക്ക് ഫില്ല് ചെയ്യാം. ഏകദേശം ഫില്ലിംഗ് പീരീഡ് എത്ര കൊടുക്കാൻ പറ്റും, 1 hour to 2 hour കൊടുക്കാൻ പറ്റും. കോൺടാക്ട് മസ്റ്റ് ആണ്, ഫസ്റ്റ് കോൺടാക്ട് പീരീഡ് about 2 hours മസ്റ്റ് ആണ്. The colloidal matter will fill into the filter void, sewage removed slowly. Afterwards, during the emptying period, what will happen, the sewage will be slowly removed through the outlet. അപ്പോൾ ഇത്തരത്തിൽ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് another 2 hours, 1 to 2 hours you can use. And the fourth one is rest period or empty period, that is around 4 to 6 hours. During 4 to 6 hours what happens is oxidation happens. Once the complete oxidation happens, the complete cycle process is over. It will take around 12 hours, and whatever the stabilized organic matter is there inside the bed, this will be washed in the next emptying process. So this is the complete operation of a contact bed. But during exam, what you have to do is first draw this picture, explain all these components of the bed, and then explain neatly the basic operation of a contact bed filter. Next one is intermittent
sand filter. Again, this is also same like കോണ്ടാക്ട് ബെഡ് ഫിൽറ്റർ ബയോളജിക്കൽ ഫിൽട്രേഷൻ മെത്തേഡിൽ തന്നെ യൂസ് ചെയ്യുന്നത്. പക്ഷേ ഇത് വളരെ അപൂർവമായിട്ട് യൂസ് ചെയ്യില്ല, എസ്പെഷ്യലി ഇപ്പോൾ നൈട്രിഫിക്കേഷൻ പ്രോസസ്സ്. അപ്പോൾ അത്തരത്തിലുള്ള വേസ്റ്റ് മെറ്റീരിയൽ, വേസ്റ്റ് വാട്ടർ വരുന്ന പൊല്യൂട്ടൻ്റ് ആയിട്ടുള്ള ഏരിയയിൽ മാത്രമേ ഇന്റർമീഡിയറ്റ് സാൻഡ് ഫിൽറ്റർ യൂസ് ചെയ്യുള്ളൂ. സോ ദ സെയിം പ്രോസസ്, സെയിം മെത്തേഡിൽ തന്നെയാണ് ഇതും വർക്ക് ചെയ്യുന്നത്. യു ഹാവ് എ ഡോസിങ് ടാങ്ക്, യു ഹാവ് ഡിസ്ട്രിബ്യൂഷൻ പൈപ്പ് ഓർ ഡിസ്ട്രിബ്യൂഷൻ ട്രഫ്. Then here instead of coarser aggregate you have sand bed. Sand bed beneath the sand bed you may have gravel bed. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ സാൻഡും കൂടി എഫ്ലുവൻ്റ് വഴി എഫ്ലുവൻ്റ് ഒപ്പം പാസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് സാൻഡിൻ്റെ അടിവശത്തായിട്ട് ഒരു ഗ്രേവൽ ലെയർ കൊടുത്തിട്ടുണ്ടാവും. ഏറ്റവും അടിവശത്ത് എന്തായും അണ്ടർ ഡ്രെയിൻ. എങ്ങനെയാണോ കോണ്ടാക്ട് ബെഡ് ഡെവലപ്പ് ചെയ്യുന്നത് അതേപോലെ തന്നെയാണ് ഇന്റർമീഡിയറ്റ് സാൻഡ് ഫിൽറ്ററും. പ്രോസസ്സും സെയിം തന്നെയാണ്. ഓക്കെ, so the contact media is finer than in the that in contact bed filter. Okay, then underground tank will be around 1 to 1.25 meter in deep, and sand can be filled to 1 meter. Okay, under drains will be 9 meter apart in trenches. Three details ആണ് നിങ്ങൾക്ക് അവിടെ കൺസ്ട്രക്ഷൻ ഡീറ്റെയിൽസ് ആയിട്ട് പറയാൻ പറ്റുക. Okay, sand in the size around 0 to 0.2 to 0.5 mm വരെ യൂസ് ചെയ്യാം. And CU value will be, coefficient of uniformity will be 2 to 5. Depth of sewage നിങ്ങൾക്ക് 5 cm to 7.5 cm വരെ യൂസ് ചെയ്യാം. Now the next one, the important one, trickling filter. Trickling filterന്റെ ഡിസൈൻ നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ ചെയ്യും. ഇവിടെ നമ്മൾ ബേസിക് കൺസ്ട്രക്ഷൻ ഡീറ്റെയിൽസും ഓപ്പറേഷൻ ഡീറ്റെയിൽസും മാത്രമേ പറയുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത് ട്രിക്ലിംഗ് ഫിൽറ്റർ ഇവിടെയാണ് നമ്മൾ പ്രോപ്പറായിട്ട് സ്പ്രിംഗ്ലർ മെത്തേഡ് യൂസ് ചെയ്യുക. അതല്ലാതെ പ്രീവിയസ് മെത്തേഡിലൊക്കെ ഇത് ഇഫ് യു ക്യാൻ പ്രിഫർ ഫോർ സ്പ്രിംഗ്ലർ, അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് നമ്മൾ സ്പ്രേയിങ് ടൈപ്പിലേക്ക് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യാൻ പറ്റുന്ന ഏത് തരത്തിലുള്ള മെറ്റീരിയൽസ് വേണമെങ്കിൽ നമുക്ക് അവിടെ ഡിസ്ട്രിബ്യൂഷൻ ട്രഫിൽ യൂസ് ചെയ്യാം. പക്ഷേ ഈ ട്രിക്ലിംഗ് ഫിൽറ്റർ പ്രോപ്പർ സ്പ്രിംഗ്ലേഴ്സ് തന്നെ യൂസ് ചെയ്തിട്ട് വേണം ട്രിക്ലിംഗ് ഫിൽറ്ററിൽ ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി. സോ സിൻസ് വി ആർ യൂസിങ് sprinklers, we will call this as a sprinkling filter or a percolating filter. അത്ര മൈന്യൂട്ട് പാർട്ടിക്കിൾസ് ആയിട്ട് നമുക്ക് സ്പ്രിങ്കിൾ ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിൽ സീവേജിനെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു ഫിൽറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. സോ ഇവിടെയും നമ്മൾ യൂസ് ചെയ്യുമ്പോൾ we will use the filter media as a causer filter media. ഈ causer filter മീഡിയയിലേക്കാണ് നമ്മൾ സ്പ്രിംഗ്ലർ നോസിൽ വഴി സീവേജ് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ സ്പ്രിംഗ്ലേഴ്സ് വഴി വരുന്ന സ്പ്രിംഗ്ലിംഗ് വാട്ടർ എന്ത് ചെയ്യും, സ്ലോ ആയിട്ട് എന്ത് ചെയ്യും, ആ ഫിൽറ്റർ മീഡിയയിലേക്ക് പെർക്കുലേറ്റ് ചെയ്ത് ടാങ്കിൻ്റെ അടിവശത്തേക്ക് പോകും. സോ ദിസ് ഈസ് ഹൗ എ ടിപ്പിക്കൽ ട്രിക്ലിംഗ് ഫിൽറ്റർ ലുക്സ് ലൈക്ക്. നിങ്ങൾക്ക് ഏറ്റവും ടോപ്പിൽ, ഇഫ് ഇറ്റ് ഈസ് എ സർക്കുലർ ടാങ്ക്, ഏറ്റവും ടോപ്പിൽ നിങ്ങൾക്ക് അതിൻ്റെ സെൻറ്റർ റോഡിൽ നിന്ന് റോക്കർ ആം വഴി ഡിസ്ട്രിബ്യൂട്ടിംഗ് ആം സപ്പോർട്ട് ചെയ്തിരിക്കുന്നത് കാണാൻ പറ്റും. ആ ഡിസ്ട്രിബ്യൂട്ടിംഗ് ആമിൻ്റെ അടിവശത്തായിട്ട് നിങ്ങൾക്ക് നമ്പർ ഓഫ് സ്പ്രിംഗ്ലേഴ്സ് എൻ്റെ ടാങ്ക് കവർ ചെയ്യുന്ന രീതിയിൽ, കാരണം ഇവിടെ നോക്കുമ്പോൾ 4 ആംസ് ഉണ്ട്. ആ 4 ആംസിലും നമ്മൾ സ്പ്രിംഗ്ലേഴ്സ് കൊടുത്തിട്ടുണ്ട്. ആ സ്പ്രിംഗ്ലേഴ്സ് ഈവൻലി ഡിസ്ട്രിബ്യൂട്ട്. ദിസ് വിൽ ഓൾസോ അഗെയിൻ ദിസ് വിൽ റൊട്ടേറ്റ് ഓൾസോ. അപ്പോൾ എല്ലാ പോർഷനിലേക്കും എന്ത് ചെയ്യും, ഈ സ്പ്രിംഗ്ലർ വഴി വാട്ടർ സ്പ്രേ ചെയ്ത് കൊടുക്കും. സോ ദാറ്റ് ഈസ് ഹൗ യു ക്യാൻ സീ ഓവർ ഹിയർ. അടിവശത്തേക്കൂടെ വാട്ടർ മുകളിലോട്ട് വന്ന് മുകളിലേക്കൂടെ ഇത് വഴി സ്പ്രിംഗ്ലർ വഴി എന്ത് ചെയ്യും, വാട്ടർ താഴോട്ട് സ്പ്രിങ്കിൾ ചെയ്ത് വരും. സോ ദിസ് ഈസ് ദ ഫിൽറ്റർ മീഡിയ. ഈ ഫിൽറ്റർ മീഡിയയിലേക്കൂടെ പാസ് ചെയ്ത വാട്ടർ എന്ത് ചെയ്യും, നമ്മൾ താഴേക്ക് കൊണ്ടുവരും. അപ്പോൾ അതേ സമയം എയറുമായിട്ട് മാക്സിമം കോണ്ടാക്ട് വരാൻ വേണ്ടിയിട്ട് ഈ മുകളിൽ നിന്നും ഇവിടെ ഇപ്പം കാണിച്ചിരിക്കുന്ന ഫിഗറിൽ ഡോം ഈസ് എൻക്ലോസ്ഡ്. ഓക്കെ, പക്ഷെ ഇതിൽ ഡോം എൻക്ലോസ്ഡ് അല്ല. അതുകൊണ്ട് മുകളിൽ നിന്നും എയർ കോണ്ടാക്ട് ഈ ഒരു കേസിൽ വരും. അതല്ലെങ്കിൽ നമ്മൾ താഴേന്ന് നമ്മൾ എന്ത് ചെയ്യും, എയർ കൊടുക്കും. സോ എയർ കോണ്ടാക്ട് വിൽ ബി ദെയർ, എയറോബിക് ഡീകമ്പോസിഷൻ വിൽ ഹാപ്പൺ. അങ്ങനെ ഡീകമ്പോസിഷൻ കഴിഞ്ഞ് കംപ്ലീറ്റ് ഓക്സിഡേഷൻ, ബീറ്റ് എയറോബിക് ഓർ അനോറോബിക്, ആ കംപ്ലീറ്റ് ഓക്സിഡേഷൻ കഴിഞ്ഞ് എഫ്ലുവൻറ്റ് വാട്ടർ എന്ത് ചെയ്യും, സെക്കൻഡറി ക്ലാരിഫയറിലേക്ക് പോകും. ഓക്കെ, വാട്ടർ പാസ് ചെയ്ത് ഫിൽറ്റർ മീഡിയ വഴി പാസ് ചെയ്തതിന് ശേഷം ഓക്സിഡേഷൻ നടന്നതിന് ശേഷം എഫ്ലുവൻ്റ് ഇതിലേക്ക് പോകും, സെക്കൻഡറി ക്ലാരിഫയറിലേക്ക് പോകും. ഓക്കെ, ദിസ് ഈസ് ഹൗ എ ട്രിക്ലിംഗ് ഫിൽറ്റർ വിൽ ലുക്ക് ലൈക്ക്, ഓർ ഇറ്റ് ക്യാൻ ബി ലൈക്ക് ദിസ് ഓൾസോ. ഇതാണ് നമ്മൾ രണ്ടാമത് കാണിച്ചിരുന്ന കേസ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഇൻലെറ്റ് വഴി വാട്ടർ വന്ന് സ്പ്രേ ചെയ്ത് ഫിൽറ്റർ മീഡിയയിലേക്ക് പാസ് ചെയ്ത് പോകുന്ന വെള്ളം എഫ്ലുവൻ്റ് ആയിട്ട് പുറത്തേക്ക് പോകും. Now, how does this trickling filter will function? So, we have a circular trickling filter tank.
ഓക്കെ, അപ്പോൾ ഇതിൻ്റെ മുകളിൽ കൂടെ റോക്കർ ആം വഴി നമ്മൾ എന്ത് ചെയ്യുന്നു, സ്പ്രേ നോസിൽസ് വഴി വാട്ടർ സ്പ്രേ ചെയ്യുന്നു. അത്തരത്തിൽ വാട്ടർ സ്പ്രേ ചെയ്ത് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? ദിസ് ഈസ് സീവേജ്, റൈറ്റ്? മൈക്രോ ഓർഗാനിസംസ് ആൻഡ് ബാക്ടീരിയ വിൽ ബി പ്രസൻറ്റ് ഇൻ ദി സീവേജ്. ഈ പെർക്കുലേറ്റ് ചെയ്ത് ഗ്രേവൽ ബെഡിലോട്ട് പെർക്കുലേറ്റ് ചെയ്ത് വരുന്ന വാട്ടറിൻ്റെ മുകളിലേക്ക് അതെന്ത് ചെയ്യും? അതിൻ്റെ അകത്തുള്ള മൈക്രോ ഓർഗാനിസംസും ബാക്ടീരിയ ആക്ട് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യും? ഈ ഫിൽറ്റർ മീഡിയൻ്റെ മുകളിലേക്കൂടെ ഒരു തിൻ ബയോഫിലിം വിൽ ഡെവലപ്പ്. ഓക്കെ, സോ അത്തരത്തിൽ ആ ബയോഫിലിം ഡെവലപ്പ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യും? ഓൾ ടൈപ്പ് ഓഫ് ഓർഗാനിക് മാറ്റർ വിൽ സെറ്റിൽ ഓവർ, ഗെറ്റ് അബ്സോർബ്ഡ് ഇൻ ടു ദിസ് ബയോഫിലിം. ഓക്കെ, അപ്പോൾ ഈ ഒരു ബയോഫിലിമിനെ നമ്മൾ അല്ലെങ്കിൽ സ്ലിം ലെയറിൽ ഇതിൻ്റെ അകത്ത് എന്ത് സംഭവിക്കും? ഇത് ഏറ്റവും മുകളിലുള്ള ഈ ബയോഫിലിമിനെ കുറിച്ചാണ് പറയുന്നത്. ഈ മുകളിലുള്ള ബയോഫിലിം ഇറ്റ് വിൽ ബി ഓൾവേസ് ഇൻ കോൺടാക്ട് വിത്ത് ഓക്സിജൻ. അത്തരത്തിൽ കോൺടാക്ട് ഉള്ളത് കൊണ്ട് തന്നെ എയറോബിക് ഡികമ്പോസിഷൻ വിൽ ഹാപ്പൻ ഓവർ ദ എയറോബിക് ഡികമ്പോസിഷൻ വിൽ ഹാപ്പൺ. ഓക്കെ, complete organic matter അവിടെ decompose ചെയ്യും. whatever decomposition that can be possible with the help of oxygen, the decomposition will happen over there. അപ്പം നിങ്ങളൊന്ന് നോക്കുക, വേസ്റ്റ് വാട്ടർ പാസ് ചെയ്ത് ഏറ്റവും മുകളിലാണ് ആ ബയോഫിലിം ഡെവലപ്പ് ചെയ്യുന്നത്. ആ മുകളിലുള്ള പോർഷനാണ് നമ്മൾ എയറോബിക് ഡീകമ്പോസിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ സീവേജിൽ എത്രമാത്രം ഓർഗാനിക് മാറ്റർ ഉണ്ടോ അത്രമാത്രം ബാക്ടീരിയ ഡെവലപ്മെന്റ്, മൈക്രോ ഓർഗാനിസം ഡെവലപ്മെന്റ്, ഗ്രോത്ത് ചെയ്യുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും? നമ്മുടെ ബയോഫിലിം സ്ലിം ലെയർ തിക്നെസ് വിൽ ഇൻക്രീസ്. നമുക്കറിയാം എങ്ങനെയാണ് ബാക്ടീരിയൽ പ്രൊഡക്ഷൻ സംഭവിക്കുന്നത്. അപ്പോൾ ഓർഗാനിക് മാറ്റർ ഉള്ളതിനനുസരിച്ച് ഗ്രോത്ത് വിൽ ഹാപ്പൻ ഓവർ ദ. ഓക്കെ, അപ്പോൾ ഡിസോൾവ്ഡ് ഓക്സിജൻ വിൽ ബി കൺസ്യൂംഡ് ബൈ ദി അപ്പർ ലെയർ. ഈ ഏറ്റവും മുകളിലുള്ള ലെയർ ആയിരിക്കും ഈ ഓക്സിജൻ കൺസപ്ഷൻ കംപ്ലീറ്റ്ലി നടത്തുന്നത്. പക്ഷെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഇതിന്റെ തിക്നെസ് കൂടുന്നതിനനുസരിച്ച് നമുക്കിപ്പോൾ ഇവിടെ കാണാൻ പറ്റും ഇത്രയും തിക്നെസ് ഇതിന് കൂടി. അതിന് തൊട്ട് താഴേക്ക് ശരിക്കും ഈ ഫിഗർ ഒന്ന് കാണിക്കുവാണെങ്കിൽ, ഇഫ് ഐ ഹാവ് ടു ഷോ ഇറ്റ്, ലെറ്റ് മീ റൊട്ടേറ്റ് ഇറ്റ്. ഓക്കെ, അപ്പോൾ ഏറ്റവും ടോപ്പ് ലെയർ ആണ് എയറോബിക് ലെയർ. ആ എയറോബിക് ലെയറിന് തൊട്ട് താഴെയായിട്ട് ഇത് ഇത്രയും നമുക്ക് ഒരു ബ്രേക്കും ഇല്ലാതെ ഒരു തിൻ ഫിലിം ഉള്ളതായിരുന്നു തുടക്കത്തിൽ. പക്ഷെ പിന്നീട് എന്ത് ചെയ്തു? ഇത്രയും തിക്നെസ് കൂടിക്കഴിഞ്ഞു. അപ്പോൾ അത്രയും തിക്നെസ് കൂടിക്കഴിയുമ്പോഴേക്കും ഈ ഒരു ലെയറിന് there will be no contact with oxygen. അപ്പോൾ so beneath the slim layer near to the surface of the media particles anaerobic environment will be developed. അപ്പോൾ ഇത്തരത്തിൽ ഈ ഒരു ഷോർട്ട് ഇൻ ബിറ്റ്വീൻ aerobic slim layer and filter media, in between these two layer an anaerobic layer will be developed. അപ്പോൾ ഈ anaerobic environmentൽ എന്ത് സംഭവിക്കും? anaerobic decomposition കൂടി നടക്കും. anaerobic decomposition will, so adsorbed organic material gets metabolized over there. ഓക്കെ, അപ്പോൾ ഇത്തരത്തിൽ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ there will be a shortage of external organic carbon. അങ്ങനെ സംഭവിക്കുമ്പോൾ ഈ എയറോബിക് ലെയർ ആണെന്ന് പറഞ്ഞു, എയറോബിക് ബാക്ടീരിയ ഉണ്ടാവുമെന്ന് പറഞ്ഞു. ഇതാണ് എയറോബിക് ഡിസ്കമ്പോസിഷന് ഹെൽപ്ഫുൾ ആവുന്നത് പറഞ്ഞു. അപ്പോൾ ഈ അടിവശത്തിലുള്ള ഇത്രയും പോർഷൻസിലുള്ള ബാക്ടീരിയ ആ ഒരു റീജിയൻ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ എൻഡോജീനിയസ് ഫേസ് ഓഫ് ഗ്രോത്ത് ആൻഡ് സ്റ്റേജ് ഓഫ് ബാക്ടീരിയൽ ഗ്രൂപ്പിലേക്ക് വരും. സോ ദേ വിൽ ലോസ് ഇറ്റ്സ് എബിലിറ്റി ടു ക്ലിങ് ടു ഫിൽറ്റർ മീഡിയ. ഈ ഒരു ഫിൽറ്റർ മീഡിയയിലേക്ക് ക്ലിങ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കപ്പാസിറ്റി അതിന് നഷ്ടപ്പെടും. അപ്പോൾ എയറോബിക് ഡികമ്പോസിഷൻ ആണ് ഹാപ്പൻ ചെയ്യുന്നത്. പക്ഷെ തിക്നെസ് ഗ്രോ ചെയ്യുന്നതിനനുസരിച്ച് ഇൻ അഡീഷൻ ടു ദിസ് എയറോബിക് ലെയർ, ഇൻ അഡീഷൻ ടു ദിസ് ബയോഫിലിം, an additional layer will be developed over here where anaerobic environmental will be developed. Anaerobic environment ആവുമ്പോൾ തന്നെ നമുക്ക് ഓർഗാനിക് കാർബണിന്റെ പ്രസൻസ് അവിടെ ഉണ്ടാവില്ല. That will lead to the endogenous phase of a growth, അല്ലെങ്കിൽ the bacteria will lose its ability to grow more. This will, അപ്പോൾ ഇവിടെ കിടക്കുന്ന സ്റ്റെബിലൈസ്ഡ് ഓർഗാനിക് മാറ്റർ ഇതിന് ഈ ഫിൽറ്റർ മീഡിയയിലേക്ക് അല്ലെങ്കിൽ ആ ബയോഫിലിമിനെ ഈ ഫിൽറ്റർ മീഡിയയിലോട്ട് ക്ലിങ് ചെയ്ത് ഒട്ടിപ്പിടിച്ച് കിടക്കാനുള്ള ഒരു കപ്പാസിറ്റി അതിന് മെല്ലെ എന്ത് ചെയ്യും? നഷ്ടപ്പെടും. അപ്പൊ അടിവശത്ത് എവിടെയാണോ ഓക്സിജൻ ഇല്ലാത്ത അവിടെയാണ് ഇങ്ങനെ ഒരു കപ്പാസിറ്റി അതിന് നഷ്ടപ്പെടും. അപ്പൊ പക്ഷെ മുകളിൽ എന്ത് ചെയ്യും? ഈ ഒരു എയറോബിക് ലെയർ, സ്ലിം ലെയർ ഡെവലപ്പ് ചെയ്തുകൊണ്ടേ ഇരിക്കും. ഓക്കെ, സോ അങ്ങനെ സംഭവിക്കുമ്പോൾ എന്ത് ചെയ്യും? നമുക്ക് അതിനെ ക്ലീൻ ചെയ്യാനുള്ള കപ്പാസിറ്റി നഷ്ടപ്പെട്ടു. ലിക്വിഡ് സീവേജിനാണ് ഷിയറിങ് ആക്ഷൻസ് ഉണ്ടാവും. ആ സമയത്ത് എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ആ കപ്പാസിറ്റി ഇല്ലാത്ത ആ ഒരു ലെയറിനെ ബ്രേക്ക് ഔട്ട് ചെയ്യും. That will break the film layer from media
പക്ഷേ മുകളിലുള്ളത് എപ്പോഴും എന്ത് ചെയ്യും, ന്യൂ ഫ്രഷ് സ്ലിം ലെയർ ഗ്രോ ചെയ്തുകൊണ്ടേയിരിക്കും, അടിവശത്ത് ഇങ്ങനെ പൊട്ടിക്കൊണ്ടേയിരിക്കും. സോ വാട്ട് ഹാപ്പൻസ് ഈസ് എ കണ്ടിന്യൂസ് ഗ്രോത്ത് ആൻഡ് ബ്രേക്ക് ഓഫ് ബയോളജിക്കൽ മാസ് ഫ്രം ദ സ്ലിം ലെയർ വിൽ ഒക്കെ കണ്ടിന്യൂസ് പ്രോസസ് ആണ്. അടിവശത്ത് ഇതിങ്ങനെ പൊട്ടിക്കൊണ്ടേയിരിക്കും, മുകൾ വശത്ത് എന്ത് ചെയ്യും, ന്യൂ ലെയർ ഡെവലപ്പ് ചെയ്തുകൊണ്ടേയിരിക്കും. അത്തരത്തിൽ ആ ഒരു ബ്രേക്കപ്പ്, ആ ഒരു ഡിറ്റാച്ച്മെന്റ് ഓഫ് ബയോമാസ് ഫ്രം ദി ഫിൽറ്റർ മീഡിയം, ദ പ്രോസസ് ഈസ് നോൺ ആസ് സ്ലൗക്കിംഗ്. അടിവശത്ത് ആ ഫിൽറ്റർ മീഡിയയിലേക്ക് അറ്റാച്ച് ചെയ്യാൻ പറ്റാതെ, ക്ലിങ് ചെയ്ത് നിൽക്കാൻ പറ്റാതെ ബ്രേക്ക് ചെയ്ത് പുറത്തേക്ക് പോകുന്ന ആ മെറ്റീരിയലിനെ നമ്മൾ എന്ത് പറയും, സ്ലൗക്കിംഗ് എന്ന് പറയും. ഓക്കെ. സോ ഈ സ്ലൗക്കിംഗ് മെറ്റീരിയൽ എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ, ഫിൽട്രേഷൻ മെത്തേഡ് വഴി വാട്ടർ പെർക്കുലേറ്റ് ചെയ്ത് ഫിൽറ്റർ മീഡിയന്റെ അകത്തേക്കൂടെ പാസ് ചെയ്ത് പോകുമ്പോൾ ആ ഫിൽറ്റർ മീഡിയയിലേക്കൂടെ പാസ് ചെയ്ത് പോകുന്ന വാട്ടറിന്റെ കൂടെ ഈ സ്ലൗക്ഡ് മാറ്റർ എന്ത് ചെയ്യും, പുറത്തേക്ക് പോകും. സോ always the filtered effluent will be turbid in nature. Filtered effluent will be turbid in nature. അതായത് നമ്മുടെ ഫിഗറിൽ നോക്കുവാണെങ്കിൽ ഇവിടെ നിന്ന് നമ്മൾ പുറത്തേക്ക് കൊണ്ടുപോകുന്ന വാട്ടർ, എഫ്ലുവൻറ്റ് വാട്ടറിൽ ഈ പെർക്കുലേറ്റ് ചെയ്ത് വരുന്ന വാട്ടറിനെ കൂടാതെ ആ സ്ലൗക്ഡ് മാറ്ററും കൂടി അതിൻ്റെ അകത്ത് ഉള്ളത് കൊണ്ട് തന്നെ എപ്പോഴും ആ വാട്ടർ ടർബിഡ് വാട്ടർ ആയിരിക്കും. ഓക്കെ, സോ ദാറ്റ് വിൽ ബി turbid in nature. So how to separate this slug material or soft matter? This will be separated during the secondary sedimentation process in secondary clarifier. അപ്പോൾ secondary clarifier ഇതുകൊണ്ട് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഈ ബയോളജിക്കൽ ട്രീറ്റ്മെന്റിന് ശേഷം വരുന്ന ടർബിഡ് എഫ്ലുവൻറ്റിന് അതിൻ്റെ അകത്തുള്ള ടർബിഡ് നേച്ചർ റിമൂവ് ചെയ്യാൻ വേണ്ടി പ്രോപ്പർ ആയിട്ട് ആ മെറ്റീരിയൽസ് സ്ലഡ്ജ് ഡെപ്പോസിഷൻ ആയിട്ട് ഓക്കർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു സെക്കൻഡറി സെഡിമെന്റേഷൻ ടാങ്ക് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇതിൻ്റെ അകത്ത് എന്തൊക്കെയായിരിക്കും കമ്പോണൻസ് ഉണ്ടാവുക? അപ്പോൾ ഒരു റെക്ടാങ്കുലർ ടാങ്ക് ഉണ്ടാവാം, അതല്ലെങ്കിൽ സർക്കുലർ ടാങ്ക് ഉണ്ടാവാം. സർക്കുലർ ടാങ്ക് ആണെങ്കിൽ യു വിൽ ഹാവ് റോട്ടറി ഡിസ്ട്രിബ്യൂട്ടേഴ്സ്. കാരണം അതിന് റൊട്ടേറ്റ് ചെയ്യാനുള്ള ഒരു സ്പേസ് ഉള്ളത് കൊണ്ട് തന്നെ റൊട്ടേഷൻ ഫെസിലിറ്റി ചെയ്യുന്ന റോട്ടറി ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഉണ്ടാവും. മെയിൻലി നമ്മൾ ഇപ്പോഴത്തെ മേജർ ട്രീറ്റ്മെന്റ് പ്ലാൻസ്, ലാർജ് സ്കെയിൽ ട്രീറ്റ്മെന്റ് പ്ലാൻസിലൊക്കെ നമുക്ക് റോട്ടറി ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആണ് കാണാൻ പറ്റുന്നത്. അതല്ലാതെ ആദ്യകാലത്തൊക്കെ റെക്ടാങ്കുലർ, വി ഹാവ് ഫിക്സ്ഡ് നോസിൽ. റെക്ടാങ്കുലർ ആകുമ്പോൾ അതിന് ആ ഒരു സഫീഷ്യൻറ്റ് സ്പേസ് ഉണ്ടാവില്ല, ഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ പോസിബിൾ അല്ലാത്തത് കൊണ്ട് തന്നെ ഫിക്സ്ഡ് നോസിൽസ് ആണ് ചെയ്യുക. ഇനി ഈ റോട്ടറി ഡിസ്ട്രിബ്യൂട്ടേഴ്സിൽ ഡിസ്ട്രിബ്യൂട്ടിംഗ് ആം ഉണ്ടാവും, ദാറ്റ് വിൽ ബി റൊട്ടേറ്റിംഗ് അറ്റ് എ റേറ്റ് ഓഫ് 2 RPM to half RPM. Okay, this will be about 15 to 25 centimeter above the top surface of the filter media. Any spray nozzles ആണെങ്കിൽ this will filter those 3 to 5 minutes and rest for 5 to 10 minutes. ഈ രീതിയിലായിരിക്കും ഒരു സ്പ്രേ നോസിൽസ് വർക്ക് ചെയ്യുക. 3 to 5 minutes ഓപ്പറേഷൻ കഴിഞ്ഞാൽ ഒരു 5 to 10 minutes resting, so that the proper distribution of water will occur on the filter media. Then filter media will be of 2 to 3 meter in depth. Okay, coarser materials ആണ് യൂസ് ചെയ്യുക, broken stones യൂസ് ചെയ്യുക, gravels യൂസ് ചെയ്യുക. around see the size of it, കോണ്ടാക്ട് ബെറ്റിനെക്കാട്ടി കൂടുതൽ സൈസ് ആണ്, 25 mm to 75 mm സൈസ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒരു നേച്ചർ എന്ന് വെച്ചാൽ ഹൈ സ്പെസിഫിക് ഏരിയ ആയിരിക്കും, ഹൈ വോയിഡ് സ്പേസ് ഉണ്ടാവും ആൻഡ് ലോ മാസ്. ഹൈഡ്രോളിക് റേറ്റിംഗ്, ലോഡിംഗ് റേറ്റ്സ് ക്യാൻ ബി യൂസ്ഡ് about 40 to 200 meter cube per meter square per day. Okay. Then organic loading will be about 5 to 6 kilogram BOD per meter cube per day. Okay, ഇത്രയും ലോഡിംഗ് നമുക്ക് ഒരു ട്രിക്ലിംഗ് ഫിൽറ്ററിലേക്ക് കൊടുക്കാൻ പറ്റുന്നതാണ്. Then basically these filters are of two types. നമുക്ക് രണ്ടായിട്ട് പറയാം. ഒന്ന് ലോ ഫിൽറ്റർ, അതായത് കൺവെൻഷണൽ ഫിൽറ്റർ അല്ലെങ്കിൽ ലോ ഫിൽറ്റർ എന്ന് പറയാം, അതല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഫിൽറ്റർ എന്ന് പറയാം. നമ്മൾ ഇപ്പം ഡിസ്കസ് ചെയ്തതെല്ലാം ഈ ഒരു കാറ്റഗറിയാണ്, അതായത് ഒറ്റ വൺ സ്റ്റേജ് പ്രോസസ് ഓഫ് ഫിൽട്രേഷൻ. രണ്ടാമത് വെച്ച് കഴിഞ്ഞാൽ ഹൈറേറ്റ് ഫിൽറ്റേഴ്സ് ആണ്. ഹൈറേറ്റ് ഫിൽറ്റേഴ്സ് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, ഇവിടെ നമ്മുടെ പ്രൈമറി സെറ്റിലിംഗ് ടാങ്കിൽ നിന്ന് വരുന്ന വാട്ടർ ട്രിക്ലിംഗ് ഫിൽറ്ററിലേക്കൊക്കെ കൂടി പാസ് ചെയ്ത് പുറത്തേക്ക് പോകുന്നത് ശരിക്കും സെക്കൻഡറി സെറ്റിലിംഗ് ടാങ്കിലേക്കാണ് പോകേണ്ടത്. പക്ഷെ വീണ്ടും എന്ത് ചെയ്യുന്നു, എ പോർഷൻ ഓഫ് ഇറ്റ് ഗെറ്റ്സ് റീസർക്കുലേറ്റ് ചെയ്ത് വീണ്ടും ട്രിക്ലിംഗ് ഫാക്ടറിയിലേക്ക് പോകുന്നത്. ഇത് സിംഗിൾ സ്റ്റേജ് ഫിൽറ്റർ, ഹൈ റേറ്റ് ഫിൽറ്റർ ടാങ്ക് പറയും. അതല്ലെങ്കിൽ രണ്ടാമത് നോക്കുക, അത്തരത്തിൽ പോയി വീണ്ടും ഒരു പുതിയ ഫിൽറ്ററിലേക്കൂടെ പോയി വീണ്ടും അത് റീസർക്കുലേറ്റ് ചെയ്ത് വരുന്നു. അപ്പോൾ കൂടുതൽ ഫിൽട്രേഷൻ പ്രോസസ്സ് നടക്കണമെങ്കിൽ ഇത്തരത്തിൽ 2 stage high rate Trickling filtersലൊക്കെ പോകാൻ പറ്റും. സോ ദിസ് ഈസ് ദ ബേസിക് ഡിഫറൻസ് ബിറ്റ്വീൻ എ ലോ ഫിൽറ്റർ ആൻഡ് ഹൈ റേറ്റ് ഫിൽറ്റേഴ്സ്. ഹൈ റേറ്റ് ഫിൽറ്റേഴ്സിൽ തന്നെ ഒന്നിൽ കൂടുതൽ തവണ നമുക്ക് എന്ത് ചെയ്യാം, റീസർക്കുലേറ്റ് ചെയ്യാൻ പറ്റും അത്തരത്തിൽ വാട്ടേഴ്സിന്. സോ ഇഫ് യു കമ്പയർ ഇറ്റ്, for a low filter, the hydraulic loading will be around 1 to 4 meter cube per meter square per day, whereas for a high rate it will be 10 to 40. The organic loading will be around 0.08 to 0.32, and for high rate it can be about 1 meter cube
1 kilogram BOD per meter cube day. Okay, depth in low rate filter will be around 1.8 to 3. Okay, high rate laning cheria depth ആണ് കൊടുക്കുക 0.9 to 2.5. Recirculation ratio will be 0 and here the recirculation ratio will be around 0.5 to 3. What is recirculation ratio എന്നുള്ളത് നമുക്ക് design of trickling filters ചെയ്യുമ്പോൾ നോക്കാം. So see here, നമ്മളിത് സ്പെസിഫിക്കലി ഇങ്ങനെ എടുത്ത് കാണിക്കാൻ കാരണം നമുക്ക് ബയോളജിക്കൽ ട്രീറ്റ്മെന്റ് മെത്തേഡ് 2 മെത്തേഡ് ഉണ്ടെന്ന് പറഞ്ഞു. either you can go for sewage filtration method or you can go for activated sludge process. നമ്മളിവിടെ trickling filter മെത്തേഡിലേക്കാണ് പോകുന്നുണ്ടെങ്കിൽ എൻ്റെ വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെന്റ് ഡയഗ്രാം ഫ്ലോ ഷീറ്റ് will be like this. Raw waste വന്നു, സ്ക്രീനേഴ്സിലേക്ക് വന്നു, bridge chamber. Here we are using a rectangular bridge chamber. That's why we are giving the flow diagram as a rectangular tank. Then we are going passing it to a primary clarifier, which is a circular sedimentation tank over here. Okay, a primary clarifier ഉള്ള sludge നെ എങ്ങോട്ട് കൊണ്ടുവന്ന് ഡൈജസ്റ്ററിലേക്ക് കൊണ്ടുവന്ന് ഡ്രൈ ചെയ്തെടുക്കാൻ. ഇത് ഈ പ്രോസസ്സ് നമ്മൾ 6th മൊഡ്യൂളിൽ പഠിക്കാം. ഓക്കെ, ഇവിടുന്ന് വരുന്ന എംഫ്ലുവൻറ്റ് നമ്മൾ എങ്ങോട്ട് കൊണ്ടുപോകുന്നു, ട്രിക്ലിംഗ് ഫിൽറ്ററിലേക്ക് പോകുന്നു. സോ യു ക്യാൻ സീ ഹിയർ ദ ട്രിക്ലിംഗ് ഫിൽറ്റേഴ്സ് ആർ ഓവർ ദെയർ ഇൻ ദ പ്ലാൻ ഇറ്റ്സെൽഫ്. ഓക്കെ, അതിൽ നിന്ന് വരുന്ന എഫ്ലുവൻറ്റ് സെക്കൻഡറി ക്ലാരിഫയറിലേക്ക് അല്ലെങ്കിൽ ഫൈനൽ സെറ്റിലിംഗ് ടാങ്കിലേക്ക് പോകുന്നു. ഓക്കെ, ഇവിടുന്ന് വരുന്ന സ്ലഡ്ജ് എങ്ങോട്ട് പോകുന്നു, വീണ്ടും സ്ലഡ്ജ് ഡൈജഷൻ ടാങ്കിലോട്ട് പോകുന്നു. ഓക്കെ, അത് പ്രൈമറി സൈക്ലിംഗ് റിട്ടേൺ സ്ലഡ്ജ് ഒക്കെ വരുന്നുണ്ടെങ്കിൽ കേസിൽ ഇത്തരത്തിൽ നമുക്ക് ഇവിടെ മാർക്ക് ചെയ്തെടുക്കാം. സോ ദിസ് ഈസ് ദ ഫ്ലോ ഷീറ്റ് ഡയഗ്രാം ഫോർ എ ട്രിക്ലിംഗ് ഫിൽറ്റർ സിസ്റ്റം. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് ഡിസൈൻ ഓഫ് ട്രിക്ലിംഗ് ഫിൽറ്റർ ചെയ്യാം. അതിനുശേഷം ആക്ടിവേറ്റഡ് സ്ലഡ്ജ് പ്രോസസ്സിലേക്ക് പോകാം.